അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറിനിടെ അളവിനനുസരിച്ച് നമ്മളിപ്പോൾ 1 കപ്പ് അരിയാണ് എടുത്തുന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ എടുത്തിട്ടുണ്ട്. പിന്നെ സവോള വഴറ്റിയിട്ട് പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് മല്ലിയില ഇട്ട് ഉപ്പിട്ട് ക്യാരറ്റ് ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളക്കാനായിട്ട് വെച്ചിരിക്കുക കേട്ടോ. അത് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കും കേട്ടോ. ഇവിടെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ചിട്ട് വെക്കാം കേട്ടോ. വേവുന്നവരെ നമ്മൾ ഇതിലേക്ക് കഴിക്കാനായിട്ട് നമ്മൾ ബീഫായിട്ട് ഉണ്ടാക്കുന്നത്, ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതിന് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ബീഫിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സിമ്പിൾ ബീഫ് കറി റെസിപ്പി ആട്ടോ നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് ചെയ്യാം, കുക്കറിലാട്ടൊന്ന് കറി വെക്കുന്നത്. അപ്പോൾ സവാള തക്കാളി ഒക്കെ ഒരുമിച്ച് അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിലിടാം. നമ്മൾ 1.5 കിലോ ബീഫിനായിട്ട് എടുക്കുന്നത് ഒരു 5 സവാളയും 4 തക്കാളിയാണ് കേട്ടോ. തക്കാളി കൂടി പോകാൻ പാടില്ല. തക്കാളി കൂടുതലായി കഴിഞ്ഞാൽ പുളി ആയി കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിത് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഒരുമിച്ച് ഇടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. സബോളയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് ഓയിൽ ഉപ്പ് ഇട്ടിട്ട് നമുക്കത് വിസിലടിക്കാം കേട്ടോ. കുക്കർ വിസിലടിക്കാം. അപ്പോൾ ഇത് കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കി ചതച്ചെടുക്കാം കേട്ടോ. പച്ചമുളകും. അപ്പോൾ നമ്മൾ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി ആട്ടോ നമ്മൾ കറിക്കായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചതച്ചെടുക്കാം. ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. സവോള തക്കാളി വെന്ത് വന്നിട്ടുണ്ട്, വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മളിവിടെ ചതച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കൊരു 4 പച്ചമുളക് കൂടെ ഇതിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2-3 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അത് 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ കുറച്ച് ഓയിലാട്ടോ നമ്മളിതിൽ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് ഓയിലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ സബോളയും തക്കാളിയും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടിട്ട് വഴറ്റുന്നത് കൊണ്ട് തന്നെ, വിസിലടുപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ബീഫിൽ അത്യാവശ്യം കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നിങ്ങൾ
ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേഗം എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ അത് കുക്ക് ചെയ്യുമ്പോൾ, കാരണം ബീഫിന് അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പം നമുക്ക് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. 2-3-4 വിസിൽ അടിക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ കുക്കറിലിപ്പോൾ 4 വിസിലൊക്കെ അടിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും ബീഫ്, കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് മല്ലിയില കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുക്കർ വിസിലടിക്കാം കേട്ടോ. നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് കുക്കർ വിസിലടിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നമുക്ക് നല്ല കട്ടിയുള്ള കറിയാണ് കേട്ടോ വേണ്ടത്, വെള്ളം പോലത്തെ അല്ല. അപ്പം നമുക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു. കീപ് വാച്ചിങ് അവർ ചാനൽ.